അത് ഞാൻ ആദ്യം പറഞ്ഞു, എല്ലാ മണ്ഡലങ്ങളിൽ 2000-ഓളം പേര് ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ട്രെൻഡ് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് ഒരു 7 മണ്ഡലങ്ങളിൽ സംശയം വന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കാരണം ഇവർക്ക് വോട്ട് ചെയ്യാൻ തോന്നിയെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഇവർ വോട്ട് ചെയ്തില്ല, പക്കാ കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ അതൊരു സൂചനയാണ് നമുക്ക്. പിന്നെ തിരുവനന്തപുരത്തെ ഞാൻ പ്രവചിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് കോൺഗ്രസ്സിലെ ശശി തരൂരോ BJPയിലെ രാജീവ് ചന്ദ്രശേഖറോ വിജയിക്കും. എനിക്ക് 25 കൊല്ലത്തിന് ശേഷം 71-ന് കഴിഞ്ഞ് 96 ആയപ്പോഴാണ് പ്രവചനം എഴുതിയാൽ ശരിയാകുമെന്നുള്ള കോൺഫിഡൻസ് വന്നത്. അപ്പോൾ തൊട്ട് എഴുതാൻ തുടങ്ങിയതാണ്. അതിന് മുമ്പ് എനിക്കൊരു ആത്മവിശ്വാസം ഇല്ലായിരുന്നു. നമസ്കാരം. രാജ്യം ഇനി ആര് ഭരിക്കും എന്ന ചോദ്യചിഹ്നവുമായി മുൾമുനയിലാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങളും. ഇതിനിടയിലാണ് കൂട്ടിയും കിഴിച്ചുമുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. ഇതിന് പിന്നാലെ മറ്റു ചിലരുടെ പ്രവചനങ്ങളും ജനങ്ങൾക്ക് ഇടയിലേക്ക് എത്തിച്ചേരുന്നു. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തിരഞ്ഞെടുപ്പ് വിദഗ്ധനായ തോട്ടയ്ക്കാട് N. ഗോപാലകൃഷ്ണൻ നായരാണ്. നമസ്കാരം സാർ. നമസ്കാരം. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇങ്ങനെ മറ്റു പലരുടെയും എല്ലാം ഏജൻസികളുടെ എല്ലാം തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് താങ്കളുടെയും ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കാണാൻ ഇടയായിരിക്കുന്നത്. താങ്കളുടെ ഈ പ്രവചനത്തെ മാനിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഇത്തരത്തിലുള്ള ഒരു പ്രവചനത്തിൻ്റെ മാനദണ്ഡം എന്താണ്? ഞാൻ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലുമായിട്ട് 2000 പേരോട് ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതുകൂടാതെ തൃശ്ശൂർ തൊട്ട് കാസർഗോഡ് വരെ യാത്ര ചെയ്യുകയും ചെയ്തു. ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതും കൂടാതെ ഈ ഇലക്ഷൻ കാലത്ത് മാത്രമല്ല, ഞാൻ സ്ഥിരമായിട്ട് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാരോട് സംസാരിക്കും. ഇതിനാണെന്ന് പറഞ്ഞല്ല, ജനങ്ങളുടെ ഒരു പൾസ് അറിയാനേ. പിന്നെ അത് അല്ലാതെ ഓട്ടോറിക്ഷ കയറിയാൽ ഡ്രൈവർമാർ ചോദിക്കും, ഹോട്ടലിൽ കയറിയാൽ അവിടെ ഉള്ളവരോട് സംസാരിക്കും. ഓക്കെ. പിന്നെ വഴിയിൽ കാണുന്നവരോട് സംസാരിക്കും. അങ്ങനെ ഒരു ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയാണ് ഇത് തയ്യാറാക്കുന്നത്. കേരളത്തിന് പുറത്ത് ഞാൻ തിരുനെൽവേലിയിലും കന്യാകുമാരിയിലേ പോയിട്ടുള്ളൂ. മറ്റൊന്നും പ്രായോഗികമാകത്തില്ല. പിന്നെ കേരളത്തിന് പുറത്ത് ഡൽഹിയിലും ഒക്കെ എനിക്ക് ഈ മലയാളികൾ സുഹൃത്തുക്കളുണ്ട്. അവരിൽ നിന്ന് അതൊക്കെ എണ്ണം കുറവായിരിക്കും. ഇപ്പോൾ ഹൈദരാബാദിൽ നിന്ന് ചിലപ്പോൾ ഒരാളെ ആയിരിക്കും കിട്ടും, ബോംബെയിൽ നിന്ന് 2 പേരായിരിക്കും, ബാംഗ്ലൂരിൽ നിന്ന് 2 3 അല്ല ചെന്നൈയിൽ നിന്ന് അങ്ങനെ ആയിരിക്കും. അങ്ങനെ കാണത്തുള്ളൂ. അങ്ങനെയാണ്. പിന്നെ ഇത് ഈ ആൾക്കാർ ചോദിക്കുന്നതിലുപരി രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റങ്ങൾ, മുന്നണി ബന്ധങ്ങളിലുള്ള മാറ്റങ്ങൾ, പുതിയ പുതിയ സംഭവങ്ങൾ, ഇതിനെയൊക്കെ കണക്കാക്കിയാണ് പ്രവചനം തയ്യാറാക്കുന്നത്. ഓക്കെ. നിലവിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലം ആർക്കാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് നമ്മുടെ ഇന്ത്യയിൽ അനുകൂലമായി പൂർണ്ണമായി നിൽക്കുന്നത്? ഇന്ത്യയിൽ BJPക്ക് അനുകൂലമാണ് മിക്ക 2-3 സംസ്ഥാനങ്ങൾ ഒഴിച്ചല്ല എല്ലായിടത്തും. കേരളത്തിൽ ഇപ്പോൾ UDFന് അനുകൂലമാണ്. തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാണ്. വേറെ ഇന്ത്യ സഖ്യത്തിന് അങ്ങനെ പൂർണ്ണ അനുകൂലമായ സംസ്ഥാനങ്ങളില്ല. മഹാരാഷ്ട്രയും ബീഹാറും പശ്ചിമ ബംഗാളും ഒരു പരിധിവരെ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാണ്. ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാണ്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും NDAക്ക് അനുകൂലമാണ്. BJP ഇത്തവണ വോട്ടിംഗ് ശതമാനം BJPക്ക് കൂടാനാണോ സാധ്യത? കേരളത്തിലൊരു 2-3% വരെ കൂടും. ദേശീയ തലത്തിലും ഒരു 1-2% കൂടും. മറ്റ് സംസ്ഥാനങ്ങളിലും കൂടും. ഈ ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനം ഈ ജനങ്ങളിലേക്ക് എത്രത്തോളം എത്തിച്ചേർന്നിട്ടുണ്ട്? അത് വോട്ടിംഗ് ശതമാനത്തെ ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കുക? ഇന്ത്യ മുന്നണിക്കൊന്നൊരു സംഘടനാ സംവിധാനം ഇല്ല, ഒരു നേതാവില്ല. അതുകൊണ്ട് ഫലപ്രദമായിട്ട് അവർക്ക് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് BJPക്കാണെങ്കിൽ RSSൻ്റെ ഒരു ശക്തമായ സംവിധാനമുണ്ട്. അവർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ്. ഇന്ത്യ മുന്നണിയിൽ ഒന്നും അത് ഐക്യമില്ല.
ആര് പ്രധാന സ്ഥാനാർത്ഥി അവർക്കില്ല. അവർക്ക് ഭൂരിപക്ഷം കിട്ടിയാലും ഒരു കൊല്ലത്തിനകം അടിച്ചു പിരിയും. അടുത്ത നമുക്ക് 2025 ഇനി ഇലക്ഷൻ നടക്കും. അവർ കയറിയാൽ കയറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല, അത് വേറൊരു കാര്യം. ഈ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? ഇപ്രാവശ്യം ആർക്കായിരിക്കും വിജയസാധ്യത താങ്കളുടെ പ്രവചനപ്രകാരം? കേരളത്തിലെ 19 നിയോജകമണ്ഡലങ്ങളിലെയും ഫലം പ്രവചിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മാത്രം വിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഡോക്ടർ ശശി തരൂർ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും. അവർക്ക് രണ്ടുപേർക്കും ഒരു ഈക്വൽ ചാൻസാണ്. അവിടെ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ. അവിടെ ഒരു 2000-നും 12,000-നും ഇടയ്ക്കുള്ള ഭൂരിപക്ഷം കിട്ടും. വളരെ ടൈറ്റ് കോമ്പറ്റീഷനാണ്. തിരുവനന്തപുരത്തും അങ്ങനെ തന്നെ. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാലും ശശി തരൂർ ജയിച്ചാലും ഭൂരിപക്ഷം ഒരു 15,000 കുറവായിരിക്കും. അവിടെ തിരുവനന്തപുരത്താണെങ്കിൽ ഈ വിഴിഞ്ഞം പ്രശ്നത്തിൽ ശശി തരൂരിൻ്റെ നിലപാട് ലത്തീൻ സഭയ്ക്കെതിരാണ്. അതുപോലെ പാലസ്തീൻ വിഷയത്തിൽ ശശി തരൂരിൻ്റെ നിലപാട് മുസ്ലിങ്ങൾക്കും എതിരാണ് എന്ന് വരികിലും മുഖ്യശത്രു BJP ആയതുകൊണ്ട് ഈ മുസ്ലിങ്ങൾ 100% ശശി തരൂരിന് വോട്ട് ചെയ്യും. ക്രിസ്ത്യാനികളിൽ ഒരു 90% ചെയ്യും. 10% ഈ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് കിട്ടും. അത് ഈ എലൈറ്റ് ക്ലാസ്സിലുള്ള ക്രിസ്ത്യാനികളെ കുറേ കിട്ടും. ഞാനത് പലരോടും സംസാരിച്ചിട്ടുണ്ട്. ഈ മറ്റ് മണ്ഡലങ്ങളുടെ റിസൾട്ടും കൂടെ താങ്കളൊന്ന് പറയാമോ? എങ്ങനെയാണ് അവലോകനം ചെയ്തിരിക്കുന്നത് താങ്കളെന്ന് വിശദമായി? പറയാം. അത് ഞാൻ ആദ്യം പറഞ്ഞു. എല്ലാ മണ്ഡലങ്ങളിൽ 2000-ഓളം പേര് ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ട്രെൻഡ് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് ഒരു 7 മണ്ഡലങ്ങളിൽ സംശയം വന്നു. ഉദാഹരണത്തിന് ആറ്റിങ്ങൽ, മാവേലിക്കര, പിന്നെ തൃശ്ശൂർ, ആലത്തൂർ, പാലക്കാട്, വടകര, കണ്ണൂർ, കാസർഗോഡ്. ഇവിടെയൊക്കെ ഞാൻ ഏപ്രിൽ 16 തൊട്ട് ഒരാഴ്ച സഞ്ചരിച്ച് എന്നിട്ട് അവിടുത്തെ ജനങ്ങളിൽ നിന്ന് അഭിപ്രായം കേട്ട് ആണ് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. പിന്നെ തമിഴ്നാട്ടിൽ തിരുനെൽവേലിയിലും കന്യാകുമാരിയിലും മാത്രമേ പോയിട്ടുള്ളൂ. അതെ, മറ്റ് സ്ഥലങ്ങളിൽ പ്രായോഗികമല്ല പോകുന്നത്. ഒരാൾ വിചാരിച്ചാലും നടക്കുകയില്ല. ഈ വടകരയിൽ എന്താണ് സംഭവിക്കുന്നത്? വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കും ഉറപ്പായിട്ട്. അത് അനുകൂലമായ ഘടകങ്ങൾ ചെറുപ്പം ആണ് ഒന്നാമത്തെ. പിന്നെ നിയമസഭയിൽ നല്ലൊരു MLA ആണ്. പിന്നെ മുസ്ലിം വോട്ട് ഒന്നടങ്കം ഷാഫി പറമ്പിലിന് കിട്ടും. പിന്നെ കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടുമല്ലോ. കോൺഗ്രസ്സിലുപരി മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മുഴുവൻ വോട്ട് കിട്ടും. അത് ഷാഫി പറമ്പിലിന് മാത്രമല്ല, കേരളത്തിൽ 20 മണ്ഡലങ്ങളിലും മുസ്ലിം വോട്ട് UDF-നാണ് കിട്ടുന്നത്. ക്രിസ്ത്യാനികളിൽ 90%. പിന്നെ അതിന് ചെറിയ മാറ്റമുള്ളത് തൃശ്ശൂരും തിരുവനന്തപുരത്തുമാണ്. ബാക്കി എല്ലായിടത്തും ഫുൾ UDF-നാണ്. അതിനൊരു പിന്നെ ഇവർക്ക് LDF-ന് എതിരെയുള്ള ഘടകം ഈ ഭരണവിരുദ്ധ തരംഗമാണ്. കണ്ടമാനം വളരെ കൂടുതലാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ബാധിക്കും. ഞാൻ എന്നോട് പലരും അടുപ്പമുള്ളവർ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സാമൂഹ്യ പെൻഷന് കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ വിഷുവിന് മുമ്പാണ് 5 മാസമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞത്. അത് തന്നെ മുഴുവൻ കൊടുത്തിട്ടില്ല. പിന്നെ ഉള്ളത് ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ എതിർപ്പാണ് ഗവൺമെൻറ്റിനോട്. അവരുടെ ഇത് ഈ DA ഒക്കെ കൊടുക്കാതെയൊക്കെ ഇരിക്കുക. ഇപ്പോഴാണെങ്കിൽ ശമ്പളം പിടിച്ച് വെച്ചിട്ടേ, ഇപ്പോൾ മിനിയാന്ന് കണ്ടല്ലോ,
എന്നിട്ട് പെൻഷനാകുമ്പം തിരിച്ചു കൊടുക്കണം. അത് പിന്നെ ഇലക്ഷനെ ബാധിക്കത്തില്ല, ഇലക്ഷൻ കഴിഞ്ഞു പോയില്ല. പിന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ ഈ അവരുടെ ജോലിയിൽ സ്വാതന്ത്ര്യക്കുറവും ഇപ്പോൾ കണ്ടില്ലേ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് നേഴ്സിനെ പീഡന കേസിൻ്റെ പ്രതിയുടെ എതിരെ സാക്ഷി പറഞ്ഞെന്നും പറഞ്ഞു. അവർക്ക് കോഴിക്കോട് നിയമിക്കത്തില്ല, ഇടുക്കിയിലൊരിക്കൽ നിയമിച്ചു. പിന്നെ കോടതി പറഞ്ഞിട്ടാണ് തിരിച്ച് കോഴിക്കോട് നിയമിച്ചത്. ഇത് ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഒന്നടങ്കം ഇത് സർവീസ് സംഘടനാ നേതാക്കൾ ഒഴികെ ഈ ഇടതു സംഘടനകളിൽപ്പെട്ടവരും ഇവർക്കെതിരാണ്. അവർ നിശബ്ദമായിട്ട് ഇവർക്കെതിരെ വോട്ട് ചെയ്യും. സംശയം വേണ്ട കാര്യത്തിൽ. താങ്കളുടെ അവലോകനം ഒന്ന് വിശദീകരിക്കാമോ? സംസ്ഥാനങ്ങളിൽ വരാനിടയുള്ള കക്ഷിനില: കേരളത്തിൽ ആകെ 20 സീറ്റ്, ഇന്ത്യ സഖ്യത്തിന് 18 മുതൽ 19 വരെ, കോൺഗ്രസ്സിന് 14 അല്ലെങ്കിൽ 15, മുസ്ലിം ലീഗിന് 2, RSP 1, കേരള കോൺഗ്രസ് ജോസഫ് 1, NDAക്ക് 1 അല്ലെങ്കിൽ 2 സീറ്റ്. അതിൽ തന്നെ NDAയിൽ BJP മാത്രമേ സീറ്റുള്ളൂ, 1 മുതൽ 2 വരെ. അത് BJPക്ക് ഉറപ്പുള്ളത് തൃശ്ശൂരാണ്, സുരേഷ് ഗോപി വിജയിക്കും. പിന്നെ തിരുവനന്തപുരത്തെ ഞാൻ പ്രവചിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് കോൺഗ്രസ്സിലെ ശശി തരൂരോ BJPയിലെ രാജീവ് ചന്ദ്രശേഖരോ വിജയിക്കും. അവിടെ വിജയിക്കുന്ന ആൾക്ക് 15,000-ൽ കുറച്ച് ഭൂരിപക്ഷമേ കിട്ടുകയുള്ളൂ. മറ്റ് 18 മണ്ഡലങ്ങളിൽ UDF വിജയിക്കും. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് 3 ലക്ഷത്തോളം ഭൂരിപക്ഷം കിട്ടും. തമിഴ്നാട് രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ് അല്ലേ ചെയ്യുക? അല്ല, കുറേ 4,4 ലക്ഷം ഉണ്ടായിരുന്നു കഴിഞ്ഞോളം. അത് കുറയും. മിക്കവാറും എല്ലാ സ്ഥലത്തും ഭൂരിപക്ഷം കുറയും UDFന്. അത് കൊല്ലത്ത് കുറയില്ല. ആലപ്പുഴ UDF തോറ്റ സീറ്റാണ്, അത് കൂടാതെ പറ്റത്തില്ല ജയിക്കണമെങ്കിൽ. പിന്നെ പാലക്കാട് കോൺഗ്രസ് ജയിച്ച സീറ്റാണ്, അത് കൂടും. അത് 10,000-ത്തിനാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. അത് 25,000 ഒക്കെ വരും. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ ശശി തരൂര് 1,11,000 വോട്ട് കുറവേ ഉള്ളൂ കഴിഞ്ഞ തവണത്തെ ലീഗിൽ. ഇത്തവണ ശശി തരൂർ ജയിച്ചാലും 10,000-ൽ താഴെയായിരിക്കും. താങ്കളുടെ കാലങ്ങളിലെ പ്രവചനവും അന്ന് പിന്നീട് റിസൾട്ട് വന്നതിന് ശേഷം അത് എത്രത്തോളം യോജിക്കുന്നുണ്ടായിരുന്നു? അത് മിക്കവാറും തവണയും 95% വരെ ശരിയായി. എൻ്റെ തെറ്റിയത് കഴിഞ്ഞ തവണത്തെ കേരളത്തിലെ അസംബ്ലി തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി. അതായത് UDFന് 72 സീറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്, ഭരണം കിട്ടുമെന്ന്. അത് തിരിഞ്ഞ് LDFന് ആണ് കിട്ടിയത്. അവർക്ക് 99 സീറ്റ് കിട്ടി. അപ്പോൾ അത് തെറ്റിട്ടുള്ളൂ. ആദ്യം 96-ലാണ് കേരള അസംബ്ലിയിൽ LDFന് 84 സീറ്റ് പ്രഡിക്റ്റ് ചെയ്തു, 80 കിട്ടി. UDFന് 56 പ്രഡിക്റ്റ് ചെയ്തു, 60 കിട്ടി. അതിൽ 112 സ്ഥലത്തെ മണ്ഡലം തിരിച്ചുള്ളത് കറക്റ്റായിട്ട് വന്നു. 28 തെറ്റിയിട്ടുണ്ട്. എണ്ണത്തിൽ അത്ര തെറ്റില്ല, ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പം എണ്ണത്തിൽ വ്യത്യാസം വരാനിരിക്കും. അന്ന് പാർലമെൻറ്റിൽ LDFന് 9-ഉം UDFന് 11-മാണ് പറയുന്നത്. അത് LDF 10-ഉം UDF 10-ഉം കിട്ടി. ഓൾ ഇന്ത്യ തലത്തിൽ അന്ന് കോൺഗ്രസ്സിന് 135 സീറ്റ് പ്രഡിക്റ്റ് ചെയ്തു, കിട്ടിയത് 136, ഒരു സീറ്റിൻ്റെ കൂടുതൽ. BJPക്ക് 150 പറഞ്ഞു, 162 കിട്ടി, 12 സീറ്റ് കൂടുതലായിരുന്നു. പിന്നീട് 98-ൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഓൾ ഇന്ത്യ തലത്തിൽ 144 സീറ്റ് പ്രഡിക്റ്റ് ചെയ്തു, 141 കിട്ടി. BJPക്ക് 180 പറഞ്ഞു, 182 കിട്ടി. 99-ൽ കോൺഗ്രസ്സിന് 114 പറഞ്ഞു, 115 കിട്ടി. അന്ന് BJPക്ക് 180 പറഞ്ഞു, 182 വന്നു. പിന്നെ 2006-ൽ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ LDFന് 97 സീറ്റ് പറഞ്ഞു, 98 കിട്ടി. അത്
മണ്ഡലങ്ങളിൽ 119 ശരിയായി. ഓക്കെ. എത്ര കാലമായി ഈ ഫലങ്ങൾ പ്രഖ്യാപിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 96 തുടങ്ങി, 28 കൊല്ലമായി. ഇതിങ്ങനെ എഴുതാനുള്ളൊരു കാരണം, ഞാൻ 971 തൊട്ട് തിരഞ്ഞെടുപ്പ് രംഗം നിരീക്ഷിച്ച് വരുന്ന ആളാണ് സൂക്ഷ്മമായിട്ട്. അപ്പോൾ ഞാൻ ഓരോ തിരഞ്ഞെടുപ്പിലും ഞാൻ പ്രതീക്ഷിക്കുന്ന സീറ്റും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് തമ്മിൽ വ്യത്യാസം ഇങ്ങനെ കുറഞ്ഞു വന്നു. എനിക്ക് 25 കൊല്ലത്തിന് ശേഷം 71 കഴിഞ്ഞ് 96 ആയപ്പോഴാണ് പ്രവചനം എഴുതിയാൽ ശരിയാകുമെന്നുള്ള കോൺഫിഡൻസ് വന്നത്. അപ്പോൾ തൊട്ട് എഴുതാൻ തുടങ്ങിയതാണ്. അതിന് മുമ്പ് എനിക്കൊരു ആത്മവിശ്വാസം ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ എക്സിറ്റ് പോൾ വന്നത് ഞാനുമായിട്ട് കാര്യമായ വ്യത്യാസമില്ല. ആകെ വ്യത്യാസമുള്ള ആന്ധ്രയിലെ NDAക്ക് വലിയ മുന്നേറ്റമാണ് എക്സിറ്റ് പോളുകളിൽ പലതിലും പറയുന്നത്. ഞാനതിൽ 25-12 സീറ്റേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ 12ഉം 13ഉം അവർ തിരിച്ച് NDAക്ക് 22 വരെയൊക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ നാളെ അറിയാൻ പറ്റത്തുള്ളൂ ആരെയാണ് ശരിയെന്ന്. അതായത് താങ്കളുടെ പ്രവചനവും എക്സിറ്റ് പോൾ ഫലങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഈ ആന്ധ്രാപ്രദേശിൽ മാത്രമേ ഉള്ളൂ വലിയ വ്യത്യാസം. പിന്നെ 1-2 സീറ്റിൻ്റെയൊക്കെ വ്യത്യാസം വരും. ഛത്തീസ്ഗഡിൽ 11 സീറ്റാണ് ഉള്ളത്. BJPക്ക് 8ഉം കോൺഗ്രസിന് 3ഉം പറഞ്ഞു. ചില എക്സിറ്റ് പോളിൽ BJPക്ക് 10ഉം മറ്റേ 1ഉം പറയുന്നു. ചിലർ 9ഉം 2ഉം പറയുന്നു. മുഴുവൻ പറയുന്നത്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വന്നതിൽ എന്തെങ്കിലും തിരുത്ത് വരുത്തണമെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? അത് ചിലത് ഇതിനൊന്നും ലോജിക്കില്ല. ഇപ്പോൾ മനോരമ സർവേയിലെ എക്സിറ്റ് പോളിൽ തൃശ്ശൂർ സുരേഷ് ഗോപി 3ാം സ്ഥാനത്ത് പോകുമെന്ന് പറയുന്നു. അത് നടക്കുന്ന കാര്യമല്ല. പുള്ളി തോറ്റെന്ന് വരും. തോക്കണമെങ്കിൽ LDFൻ്റെ വോട്ട് BJPക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പം LDFൻ്റെ വോട്ട് കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് LDF 3ാമത് പോകും, സുരേഷ് ഗോപി 2ാമത് വരും തോറ്റാൽ. അപ്പോൾ ഞാൻ സുരേഷ് ഗോപി ജയിക്കും എന്ന് തർക്കിക്കുന്നൊന്നുമില്ല. തോറ്റാലും 3ാം സ്ഥാനത്തേക്ക് പോവുകയെന്ന് ഉറപ്പാണ്. അങ്ങനെയുള്ള ചില ഇതുണ്ട്. പിന്നെ ചിലപ്പോൾ ഈ സീറ്റൊക്കെ കൂട്ടി വരുമ്പം ശരിയാകുന്നില്ല. ഈ ഇൻ്റർവെല്ലിട്ട് വരുമ്പോഴേ പല ഇതിലും ഞാനത് അവരെ വിളിച്ച് ഒക്കെ പറയാറുണ്ട്. ഇങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് പലരും കൂടെ. ഓക്കെ. അല്ലെങ്കിൽ വാട്സാപ്പിൽ അവർക്ക് മെസ്സേജ് എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ. ഇപ്പോൾ തിരഞ്ഞെടുപ്പും കഴിഞ്ഞു, എക്സിറ്റ് പോൾ ഫലങ്ങളും ഏറെക്കുറെ കഴിഞ്ഞു. ഒരു സാഹചര്യത്തിൽ നിയുക്ത മന്ത്രിസഭയെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള കണക്കുകൂട്ടലുകൾ അങ്ങേക്കുണ്ടോ? അത് നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകും അടുത്ത തവണ. അത് 5 കൊല്ലം ഇരിക്കുമോ ഇടയ്ക്ക് മാറുമോ എന്നറിയത്തില്ല. 75 വയസ്സ് കഴിഞ്ഞ് മാറണമെന്നൊരു അലിഖിത നിയമമുണ്ട്. പിന്നെ നമ്മൾ ജനങ്ങളുടെ മനസ്സിൽ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ നമ്മുടെ ഇതിൽ നിൽക്കുന്നതല്ല. കാരണം ജനങ്ങളെന്ന് പറഞ്ഞത് ഇത് സത്യസന്ധരായിട്ടുള്ളവരാണ്. മറ്റവരൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് വേറൊന്ന് പറയുന്നവരാണ് രാഷ്ട്രീയക്കാർ പൊതുവേ. അപ്പം നമുക്കത് അവരുടെ മനസ്സ് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മറ്റേതെന്ന് പറയുമ്പോൾ നമ്മൾ പലരോട് ചോദിക്കുമ്പം യാഥാർത്ഥ്യത്തിനടുത്തുള്ള കാര്യങ്ങൾ കിട്ടും. അപ്പം നരേന്ദ്രമോദി 2029 വരെ ഭരിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ 75 വയസ്സാകുമ്പം രാജിവെച്ചിട്ട് പുതിയ ആൾ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. അത് പറയാൻ ഞാൻ ആളല്ല. BJPക്ക് എത്ര സീറ്റ് കിട്ടും? BJPക്ക് 290 മുതൽ 295 വരെ സീറ്റ് കിട്ടും. NDAക്ക് 341 മുതൽ 348 വരെ. BJPക്ക് നിലവിലുള്ളതിനേക്കാൾ ഏകദേശം ഒരു 10 സീറ്റ് കുറയും. 303 ഉള്ളത്. അപ്പോൾ 290-95 എന്ന് പറയുമ്പോൾ 293 എടുക്കുകയാണെങ്കിൽ എൻ്റെ ആവറേജ് 10 സീറ്റ് കുറയാനുള്ള സാധ്യതയാണ് ഉള്ളത്. NDA അലയൻസിനും അത് തന്നെ 10 സീറ്റ് കുറയും. ഇപ്പം 352 ഇപ്പോഴത്തെ. അതിപ്പോൾ ഞാൻ 341, 348 അതിൻ്റെ ഒരു ആവറേജ് എടുക്കുക 344, 345 വരും. അപ്പോൾ ഒരു 7 സീറ്റിൻ്റെ കുറവ് വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ NDAക്ക് പുറത്തുള്ള പല കക്ഷികൾ പിന്തുണ കൊടുക്കും. അവർക്ക് ആവശ്യമില്ല, എന്നാലും പിന്തുണ കൊടുക്കും. ഉദാഹരണത്തിന് ISR കോൺഗ്രസ്, ഇപ്പോൾ ഞാൻ എഴുതിയതനുസരിച്ച് അവർക്കൊരു 13 സീറ്റ് കിട്ടുമെന്നാണ് ഇരിക്കുന്നത്. അവരുടെ പിന്തുണ ആവശ്യമുള്ളപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതിയൊക്കെ വരുമ്പോഴേ
3/2 ഭൂരിപക്ഷം വേണം, അവരുടെ പിന്തുണ കിട്ടും. പിന്നെ ഒറീസയിൽ ബിജു ജനതാദൾ, ഞാൻ അവർക്ക് 10 സീറ്റാണ് പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്, അത് അവരുടെ പിന്തുണ കിട്ടും. പിന്നെ ചെറിയ കക്ഷികൾ ഉണ്ട്, ഒരു എണ്ണമൊക്കെ ഉള്ളത്. ഇപ്പോൾ മിസോറാം ZPM എന്ന് പറഞ്ഞ പാർട്ടിയുണ്ട്, അവർക്കൊരു MP ഉള്ളൂ, ആ സംസ്ഥാനത്ത് ഒരു MP ആകെ ഉള്ളൂ, അവരുടെ പിന്തുണ ഇവർക്ക് കിട്ടും. അതുപോലെ പിന്നെ ഉള്ളത് ശിരോമണി അകാലിദൾ പഞ്ചാബിൽ, അവർക്ക് 2 MP കിട്ടും, അവരുടെ പിന്തുണ കിട്ടും. അങ്ങനെ ചെറിയ ഒരു 5-6 MP വോട്ട് പിന്തുണ ഈ BJPക്ക് ആവശ്യ സന്ദർഭങ്ങളിൽ കിട്ടും. 3/2 ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലുമേ, ഇപ്പം ഞാൻ പറയുന്നതനുസരിച്ച് 3/2 ഭൂരിപക്ഷം ഇല്ല, 3/2-ന് 362 സീറ്റ് കിട്ടണം. ഞാൻ 345ഒക്കെയാണ് പറയുന്നത്. എന്നാലും അവർക്ക് പുറത്തുനിന്നുള്ള സപ്പോർട്ടോടുകൂടി ഈ ഭരണഘടനാ ഭേദഗതികളൊക്കെ ചെയ്യാൻ പറ്റും. പുതിയ പ്രവചനം അനുസരിച്ച് BJPക്ക് 290 മുതൽ 295 വരെ സീറ്റും NDAക്ക് 341 മുതൽ 348 വരെ സീറ്റും ലഭിക്കും. കോൺഗ്രസ്സിന് 80 മുതൽ 83 വരെ സീറ്റും ഇന്ത്യ സഖ്യത്തിന് 144 മുതൽ 151 സീറ്റും ലഭിക്കും. ഇന്ത്യ സഖ്യത്തിൽ ഞാൻ തൃണമൂൽ കോൺഗ്രസിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. BJPക്ക് 39% വോട്ടും NDAക്ക് 45% വോട്ടും ലഭിക്കും. കോൺഗ്രസ്സിന് 22% വോട്ടും ഇന്ത്യ സഖ്യത്തിന് 33% വോട്ടും കിട്ടും. സ്വതന്ത്രർക്കും മറ്റു കക്ഷികൾക്കും 22% വോട്ട് ലഭിക്കും. YSR കോൺഗ്രസിൻ്റെയും BJDയുടെയും പിന്തുണ NDAക്ക് കിട്ടും. നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകും. വിജയിക്കുന്ന പ്രമുഖരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, നിതിൻ ഗഡ്കരി, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, BJP നേതാക്കളായ രാജീവ് പ്രതാപ് റൂഡി, രാധാമോഹൻ സിംഗ്, ഗിരിരാജ് സിംഗ്, ലോക്സഭയിലെ കോൺഗ്രസ് പാർട്ടി നേതാവ് അധീർ രഞ്ജൻ ചൗധരി, KPCC പ്രസിഡന്റ് K സുധാകരൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, നടൻ സുരേഷ് ഗോപി, RSP നേതാവ് NK പ്രേമചന്ദ്രൻ, കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി, BJP തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് K അണ്ണാമലൈ, DMK നേതാക്കളായ കനിമൊഴി, A രാജ, TR ബാലു, NCP നേതാവ് സുപ്രിയ സുലെ, SP നേതാവ് അഖിലേഷ് യാദവ്, തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി, LJP നേതാവ് ചിരാഗ് പസ്വാൻ, RJD നേതാവ് മിസ ഭാരതി, ശിവസേന ഷിൻഡെ വിഭാഗം നേതാവ് ശ്രീകാന്ത് ഷിൻഡെ എന്നിവർ ഉൾപ്പെടുന്നു. ദേശീയ തലത്തിലെ കക്ഷിനില: ദേശീയ ജനാധിപത്യ സഖ്യം 341 മുതൽ 348 വരെ, BJP തനിച്ച് 290 മുതൽ 295 വരെ, ജനതാദൾ U 13 സീറ്റ്, ശിവസേന ഷിൻഡെ വിഭാഗം 7 മുതൽ 9 വരെ സീറ്റ്, TDP 7 സീറ്റ്, LJP 5, RLD 2, അപ്നാദൾ S 2, ജനതാദൾ S 2, ജനസേന പാർട്ടി 2, NCP അജിത് പവാർ വിഭാഗം 2, ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച 1 സീറ്റ്, രാഷ്ട്രീയ ലോക മോർച്ച 1, ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ 1, UPPL 1, തിപ്രമോദ പാർട്ടി 1, NPP 1, PMK 1, AMMK 1, NPF 1. ഇന്ത്യ സഖ്യം 144 മുതൽ 151 വരെ. ഇതിൽ തന്നെ കോൺഗ്രസ്സിന് 80 മുതൽ 83 വരെ, DMK 18, ശിവസേന താക്കറെ വിഭാഗം 9 മുതൽ 11 വരെ, AAP 7, സമാജ്വാദി പാർട്ടി 6, NCP ശരത് പവാർ വിഭാഗം 4 മുതൽ 6 വരെ, നാഷണൽ കോൺഫറൻസ് 3, മുസ്ലിം ലീഗ് 3, CPM 2, CPI 2, വിടുതലൈ ചിരുതൈ കക്ഷി 2, രാഷ്ട്രീയ ജനതാദൾ 2, MDMK 1, KMDK 1, ജാർഖണ്ഡ് മുക്തി മോർച്ച 1, ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് AIUDF 1, RSP 1, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 1. മറ്റുള്ളവർ 46 മുതൽ 49 വരെ. അതിൽ തൃണമൂൽ കോൺഗ്രസ്സിന് 16 മുതൽ 19 വരെ, YSR കോൺഗ്രസ്സിന് 13 സീറ്റ്, BJD
10, BRS 2, ശിരോമണി അകാലിദൾ 2, AIMIM 1, ZPM 1, SKM 1. തമിഴ്നാട് ആകെ 39 സീറ്റ്, അതിൽ ഇന്ത്യ സഖ്യത്തിന് 35, അതിൽ തന്നെ DMK 18, കോൺഗ്രസ് 8, CPM 2, CPI 2, VCK 2, MDMK 1, മുസ്ലിം ലീഗ് 1, KMDK 1. NDAക്ക് 4 സീറ്റ്, അതിൽ BJP 2, അത് കോയമ്പത്തൂരിലും തിരുനെൽവേലിയാണ് BJP ജയിക്കുന്ന സീറ്റുകൾ. PMKക്ക് 1 സീറ്റ്, അത് ധർമ്മപുരിയാണ്. AMMK 1 സീറ്റ് തേനി എന്നാണ് ജയിക്കുന്നത്. പുതുച്ചേരി 1 സീറ്റാണുള്ളത്, അത് കോൺഗ്രസ്സിന് കിട്ടും. കർണാടകം ആകെ 28 സീറ്റ്, അതിൽ NDAക്ക് 17, അത് NDA തന്നെ BJPക്ക് 15 സീറ്റും ജനതാദൾ എസിന് 2 സീറ്റും. ഇന്ത്യ സഖ്യം 11. അവിടെ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ, കോൺഗ്രസ്സിന് 11 സീറ്റ് കിട്ടും. ആന്ധ്രാപ്രദേശ് ആകെ 25 സീറ്റ്, അതിൽ NDAയിൽ 12 സീറ്റ്, അതിൽ തന്നെ BJPക്ക് 3 സീറ്റ്, TDPക്ക് 7 സീറ്റ്, JSPക്ക് 2 സീറ്റ്, YSR കോൺഗ്രസ്സിന് 13 സീറ്റ്. തെലുങ്കാനയിൽ ആകെ 17 സീറ്റ്, അതിൽ NDAക്ക് 5, NDAയിൽ BJP മാത്രമേ ഉള്ളൂ, അവർക്ക് 5 സീറ്റ്. ഇന്ത്യ സഖ്യത്തിൽ 9 സീറ്റ്, ഇന്ത്യ സഖ്യത്തിൽ അവിടെ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ, കോൺഗ്രസ്സിന് 9 സീറ്റ്. BRSന് 2 സീറ്റ്, AIMIMന് 1 സീറ്റ്, അത് ഹൈദരാബാദിലാണ് ജയിക്കുന്നത്. ഗോവയിൽ 2 സീറ്റ്, അതിലൊന്ന് കോൺഗ്രസ്സിനും 1 BJPക്കും. മഹാരാഷ്ട്ര ആകെ 48 സീറ്റ്, NDAക്ക് 23 മുതൽ 27 വരെ സീറ്റ്, അതിൽ BJPക്ക് 14 മുതൽ 16 വരെ, ശിവസേന ഷിൻഡെ വിഭാഗം 7 മുതൽ 9 വരെ, NCP അജിത് പവാർ വിഭാഗം 2 സീറ്റ്, ഇന്ത്യ സഖ്യം 21 മുതൽ 25 വരെ, കോൺഗ്രസ് 7 മുതൽ 9 വരെ, ശിവസേന താക്കറെ വിഭാഗം 9 മുതൽ 11 വരെ, NCP ശരത് പവാർ വിഭാഗം 4 മുതൽ 6 വരെ. ഗുജറാത്തിലാകെ 26 സീറ്റ്, അത് 26 സീറ്റും BJPക്ക് കിട്ടും. മധ്യപ്രദേശ് 29 സീറ്റ്, അതിൽ BJPക്ക് 26 സീറ്റ്, കോൺഗ്രസ്സിന് 3 സീറ്റ്, അത് കോൺഗ്രസ്സിന് കിട്ടും. ചിന്തുവാര, രത്ലം, മണ്ഡല, ഇപ്പോൾ കോൺഗ്രസ്സിന് അവിടെ 1 സീറ്റേ ഉള്ളൂ, ചിന്തുവാര മാത്രം, 2 സീറ്റ് കൂടുതൽ കിട്ടും. ഛത്തീസ്ഗഡ് ആകെ 11 സീറ്റ്, BJP 8, കോൺഗ്രസ് 3, കോൺഗ്രസ് ജയിക്കുന്ന കോർബ, ബസ്റ്റർ, കാങ്കർ, ഇപ്പോൾ അവിടെ കോൺഗ്രസ്സിന് 2 സീറ്റേ ഉള്ളൂ, അത് 3 ആവും. ഉത്തർപ്രദേശ് 80 സീറ്റ്, NDA 73 സീറ്റ്, ഇപ്പോൾ 64 ഉള്ളൂ, 9 സീറ്റ് കൂടും. അത് SPക്ക് NDA സഖ്യത്തിൽ 73 സീറ്റ്, അതിൽ BJPക്ക് തനിയെ 69 സീറ്റ്, RLD 2, അത് ബിജ്നോറും ബാഗ്പത്തുമാണ്. അപ്നാദൾ എസിന് 2 സീറ്റ്, അത് മിർസാപൂർ, റോബർട്ട്സ് ഗഞ്ച്. ഇന്ത്യ സഖ്യത്തിന് 7 സീറ്റ്, അതിൽ SP 6 സീറ്റ്, SP ജയിക്കുന്ന കനൗജ്, സംബാൽ, മെയിൻപുരി, അസംഗഡ്, മൊറാദാബാദ്, റാംപൂർ. കോൺഗ്രസ്സിന് 1 സീറ്റ് കിട്ടും, റായ്ബറയിൽ രാഹുൽ ഗാന്ധി ജയിക്കും, ഇവിടെ കേരളത്തിൽ വയനാട്ടിലും ജയിക്കും. ബാക്കി 80ൽ 7 സീറ്റ് പോയാൽ ബാക്കി 73 NDAക്കായിരിക്കും. 80ൽ 73 സീറ്റ്, ഇപ്പോൾ 64 9 സീറ്റ് കൂടും. രാജസ്ഥാനിലാകെ 25 സീറ്റ്, അതിൽ BJPക്ക് 22, കോൺഗ്രസ്സിന് 3. കോൺഗ്രസ്സിന് ജയിക്കുന്നത് ദൗസ, ടോങ്ക് സവായ് മധോപൂർ, കരൗലി, ധോൽപൂർ. ഇപ്പോൾ കോൺഗ്രസ്സിന് 1 സീറ്റും അവിടെയില്ല, 3 സീറ്റ് കൂടുതൽ കിട്ടും. ഹരിയാനയിൽ 10 സീറ്റ്, അതിൽ BJPക്ക് 4, അത് ഫരീദാബാദ്, ഭിവാനി, മകേന്ദ്രഗഡ്, കർണാൽ, കുരുക്ഷേത്ര എന്നിവയാണ്. കോൺഗ്രസ്സിന് 5 സീറ്റ്, അത് സോണിപ്പട്ട്, റോത്തക്ക്, ഗുർഗാവ്, സിർസ, അംബാല. JNJP എന്നൊരു പാർട്ടിയുണ്ട്, ഇത് 2ലും പെടുകയില്ല, അത് ഹിസാറിൽ ജയിക്കും. ഇപ്പോൾ ഹരിയാനയിൽ 10ൽ 10ഉം BJPക്കാണ്, അത് വലിയ പരാജയമാണ്. 6 സീറ്റ് കുറയും, 4 കിട്ടുകയുള്ളൂ. പിന്നെ ഡൽഹി 7 സീറ്റ്, അതും എല്ലാം BJPക്ക് കഴിയും, ഒരു നിലവിലത്തെ സ്ഥിതി തന്നെ തുടരും. ഉത്തരാഖണ്ഡിൽ ആകെ 5 സീറ്റ്, അത് BJP മുഴുവൻ 5 സീറ്റിലും ജയിക്കും. ഹിമാചൽ പ്രദേശിൽ ആകെ 4 സീറ്റ്, അത് 4ഉം BJP ജയിക്കും. പഞ്ചാബിൽ 13 സീറ്റ്,
അതിൽ AAP 7, കോൺഗ്രസ് 4, ശിരോമണി അകാലിദൾ 2. അവിടെ BJPക്ക് 2 സീറ്റ് ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെടും, ഒന്നും കിട്ടത്തില്ല. ചണ്ഡീഗഡിൽ 1 സീറ്റ്, അത് കോൺഗ്രസ്സിനാണ്. കഴിഞ്ഞ തവണ BJP ജയിച്ച സീറ്റാണ്. അവിടെ മേയർ തിരഞ്ഞെടുപ്പ് വന്നപ്പം AAPയുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് ചണ്ഡീഗഡിൽ. അത് സുപ്രീം കോടതിയിലൊക്കെ പോയാണ് ഈ AAPയുടെ മേയർ തിരഞ്ഞെടുപ്പ് ജയിച്ചത്. പിന്നെ ജമ്മു ആൻഡ് കാശ്മീരിലാകെ 5 സീറ്റ്, അതിൽ BJP 2, ഉധംപൂർ ജമ്മു സീറ്റുകൾ. നാഷണൽ കോൺഫറൻസ് 3, അത് ശ്രീനഗർ, ബാരാമുള്ള, അനന്ത്നാഗ്. അത് അവിടുത്തെ സ്ഥിതി അതുപോലെ തന്നെ തുടരും, കഴിഞ്ഞ തവണ ഇങ്ങനെ തന്നെയായിരുന്നു. ലഡാക്ക് 1 സീറ്റ്, അത് BJP 1, അത് ആ പഴയ സ്ഥിതി തുടരും. ബീഹാർ 40 സീറ്റ്, NDA 36, അതിൽ തന്നെ BJP 16, ജനതാദൾ യുണൈറ്റഡ് 13, LJP 5, HAM 1, അത് ഗയ ജിതൻ റാം മാഞ്ചിയാണ്. RLM 1, അത് കാരക്കാട് ഉപേന്ദ്ര കുശ്വാഹ. അവിടെ ഇന്ത്യ സഖ്യത്തിന് 4 സീറ്റ്, കോൺഗ്രസ് 2, അത് കിഷൻഗഞ്ച് കത്തിഹാറാണ് 2 മണ്ഡലങ്ങൾ. RJD 2, പാടലിപുത്രായ് ജഹാനാബാദ്. ബീഹാറിൽ BJP സഖ്യത്തിന് 3 സീറ്റ് കുറയും. നേരത്തെ 40-39 ഉണ്ടായിരുന്നു, അത് ഇപ്പം 36 കുറയും. കോൺഗ്രസ്സിന് 1 സീറ്റാണ് ഉണ്ടായിരുന്നത്, അത് 2 ആവും. അവിടുത്തെ കോൺഗ്രസ് സഖ്യത്തിൽ RJDക്ക് സീറ്റൊന്നും ഇല്ലായിരുന്നു, അത് 2 സീറ്റ് പുതിയതായിട്ട് കിട്ടും. അങ്ങനെയാണ് 3 സീറ്റ് അവിടെ കുറയും. ജാർഖണ്ഡിലാകെ 14 സീറ്റ്, അതിൽ NDA 10, BJP അതിൽ തന്നെ BJP 9, AJSU 1, അത് ഗിരിദ് മണ്ഡലമാണ്. ഇന്ത്യ സഖ്യം 4 സീറ്റുണ്ട്, അത് കോൺഗ്രസ്സിന് 3, സിംഗ്ഭൂം, കുന്തി, ലോഹർദഗ. JMM 1, അത് രാജ്മഹൽ സീറ്റാണ്. അവിടെ 2 സീറ്റ് ഇന്ത്യ സഖ്യത്തിന് കൂടുതൽ കിട്ടും. കഴിഞ്ഞ തവണ 2 ഇപ്പോൾ അത് 4 ആവും. ഒഡീഷയിൽ 21 സീറ്റാകെ, അത് BJP 11, BJD 10, കോൺഗ്രസ്സിന് സീറ്റില്ല. അവിടെ BJP 8 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്, 3 സീറ്റ് കൂടും. കോൺഗ്രസ്സിന് 1 സീറ്റ് ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെടും. BJDക്ക് 12 ഉള്ളത് 10 ചുരുങ്ങും. പിന്നെ പശ്ചിമ ബംഗാൾ ആകെ 42 സീറ്റ്, BJP 22 മുതൽ 25 വരെ, തൃണമൂൽ കോൺഗ്രസ് 16 മുതൽ 19 വരെ, കോൺഗ്രസ് 1. അത് ജയിക്കുന്ന ബഹ്റാംപൂരിൽ ലോക്സഭയിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി നേതാവ് അധീർ രഞ്ജൻ ചൗധരിയാണ്. ഇവിടെ BJPക്ക് 18 കിടന്നത് നേരത്തെ ഉള്ളത്, ഇപ്പോൾ അത് 22 മുതൽ 25 വരെ, അതായത് 4 മുതൽ 7 സീറ്റ് വരെ വർദ്ധിക്കും. തൃണമൂൽ കോൺഗ്രസ്സിന് 22 കിടന്ന ഇപ്പം 16 മുതൽ 19 വരെ, അതായത് 3 മുതൽ 6 വരെ സീറ്റ് അവർക്ക് കുറയും. കോൺഗ്രസ്സിന് 2 ഉണ്ടായിരുന്നത് 1 ചുരുങ്ങും. CPM നേരത്തെ സീറ്റില്ല, ഇപ്പോഴും കിട്ടത്തില്ല. ആസാമിൽ 14 സീറ്റ്, NDA 11, അതിൽ തന്നെ BJP 10, UPPL 1, അത് കൊക്രജാർ സീറ്റാണ്. ഇന്ത്യ മുന്നണിയിൽ 3, അതിൽ കോൺഗ്രസ് 2, അത് ബാർപെട്ട, കാലിയബോർ സീറ്റുകളാണ്. പിന്നെ AIUDF ഇന്ത്യ മുന്നണി തന്നെയുള്ളതാണ്. ധൂബ്രിയിൽ ബദറുദ്ദീൻ അജ്മൽ എന്നുള്ള ആൾ ജയിക്കും. അവിടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ഉള്ള സ്ഥലമാണ്, 90% പോളിംഗ് ആണ്. അവിടെ ബദറുദ്ദീൻ അജ്മൽ എന്നുള്ള AIUDF എന്ന് പറയും, അവർ ജയിക്കും. അത് ഇന്ത്യ സഖ്യത്തിലുള്ളതാണ്. അരുണാചൽ പ്രദേശിൽ 2 സീറ്റ്, അതിൽ BJP 2 കിട്ടും, നിലവിലത്തെ തന്നെ. ത്രിപുരയിൽ 2 സീറ്റ്, അത് NDA 2 പിടിക്കും. അതിൽ 1 BJPക്കും, 1 സഖ്യകക്ഷി തിപ്രമോദ പാർട്ടി. കഴിഞ്ഞ തവണ 2 BJP ആയിരുന്നു. അപ്പോൾ തിപ്രമോദ പാർട്ടി പുതിയതാണ് NDAയിലെ, അവർക്കൊരു സീറ്റ് വിട്ടുകൊടുത്തു. തിരുവനന്തപുരത്ത് ഞാൻ വ്യക്തമായി പ്രവചിക്കുന്നില്ല, അവിടെ പ്രവചനം പ്രയാസമാണ്. അവിടെ കോൺഗ്രസ്സിലെ ശശി തരൂരും BJPയിലെ രാജീവ് ചന്ദ്രശേഖരും തുല്യനിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ആര് ജയിച്ചാലും ഭൂരിപക്ഷം 10,000-ൽ കുറവായിരിക്കും. ഈ ശശി തരൂരിൻ്റെ നിലപാടുകൾ ഈ വിഴിഞ്ഞം പ്രശ്നത്തിൽ അവിടുത്തെ ലത്തീൻ സഭയ്ക്ക് എതിരായിരുന്നു. അതുപോലെ പാലസ്തീൻ വിഷയത്തിൽ
ശശി തരൂരിൻ്റെ നിലപാട് മുസ്ലിങ്ങൾക്കും എതിരായിരുന്നു. പക്ഷേ എന്ന് വരികിലും ഇവരുടെ രണ്ട് കൂട്ടരുടെയും പ്രധാന ശത്രു BJP ആയതുകൊണ്ട് BJPയെ തോൽപ്പിക്കുന്നതിന് ഈ മുസ്ലിങ്ങളുടെ മുഴുവൻ പിന്തുണയും ശശി തരൂരിന് കിട്ടും. ക്രിസ്ത്യാനികളിൽ 90% ശശി തരൂരിന് കിട്ടും. ഒരു 10% വോട്ട് രാജീവ് ചന്ദ്രശേഖറിന് കിട്ടും. എലൈറ്റ് ക്ലാസ്സിൽപ്പെട്ടവരെ ഒരു 25% കിട്ടിയാൽ ശശി തരൂർ തോറ്റു പോകും, രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. അത് എത്ര ഒരു സ്വിങ് ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അത് പ്രവചിക്കാത്തത്. അത് തൃശ്ശൂരും ഇങ്ങനെ തന്നെയാണ്. ഈ കേരളത്തിൽ ഈ പൊതുവെ ഒരു ട്രെൻഡ് മുസ്ലിമിൻ്റെ വോട്ട് UDFനാണ്, ക്രിസ്ത്യാനിയുടെ 90% വോട്ടും UDFനാണ്. തൃശ്ശൂർ പക്ഷേ കുറച്ച് മാറ്റമുണ്ട്. അത് ക്രിസ്ത്യാനികൾ കുറച്ച് വോട്ടെങ്കിലും BJPയിലേക്ക് സുരേഷ് ഗോപിക്ക് കിട്ടും. ഞാൻ ഒരു 7 കൊല്ലം മുമ്പ് അവിടെ തൃശ്ശൂർ പഠിപ്പിച്ച ഒരു ക്രിസ്ത്യൻ ലേഡി ഫോണിൽ സംസാരിച്ചു, നേരിട്ട് കണ്ടില്ല. അവരുടെ വീട്ടുകാർ പക്കാ കോൺഗ്രസ്സുകാരാണ്. അവരുടെ ഭർത്താവ് ഒരു സ്വകാര്യ കമ്പനി ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും സുരേഷ് ഗോപി ചെന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കാരണം ഇവർ വോട്ട് ചെയ്യാൻ തോന്നിയെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഇവർ വോട്ട് ചെയ്തില്ല, പക്കാ കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ അതൊരു സൂചനയാണ് നമുക്ക്. ഒരു പക്കാ കോൺഗ്രസ്സുകാരന് BJPക്ക് വോട്ട് ചെയ്യണമെന്ന് തോന്നിയെങ്കിൽ അതൊരു സൂചനയാണ്. പിന്നെ അവിടെ തൃശ്ശൂർ ടൗണിൽ കച്ചവടക്കാർ, വലിയ കച്ചവടക്കാർ, ക്രിസ്ത്യാനികളും ഉണ്ട്, എല്ലാ തരക്കാരും ഉണ്ട്. അതിൽ ക്രിസ്ത്യാനികളുടെ മിക്കവാറും എല്ലാവരുടെയും വോട്ട് സുരേഷ് ഗോപിക്കായിരിക്കും. പിന്നെ അവിടെ ഇരിങ്ങാലക്കുട അസംബ്ലി മണ്ഡലത്തിലാണ് ഈ കരിവന്നൂർ ബാങ്ക് പ്രശ്നമുണ്ടായിരിക്കുന്നത്. അവിടുത്തെ ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് 70 ലക്ഷമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അസുഖം വന്നിട്ട് ചികിത്സിക്കാൻ പോലും പണം കൊടുക്കുന്നില്ല, ബാങ്കിൽ ഇല്ല പൈസ. അപ്പോൾ അതെല്ലാം ഈ CPM വോട്ടർമാരാണ്. അവരുടെ ഒരു വോട്ട് പോലും CPMന് അവിടെ കിട്ടത്തില്ല, അല്ലെ LDFന് കിട്ടുകയില്ല, എല്ലാം സുരേഷ് ഗോപിക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു അനുകൂല സാഹചര്യം അവിടെ BJPക്കുണ്ട്. അതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. പിന്നെ സ്ത്രീകളുടെ വോട്ട് സുരേഷ് ഗോപിക്ക് കൂടുതൽ കിട്ടും. ആ ജാതി നോക്കാതെ തന്നെ ക്രിസ്ത്യൻ ലേഡീസിൻ്റെ കിട്ടും. പിന്നെ ഈ അവിടെ നാട്ടിക മണ്ഡലത്തിൽ ഈ TN പ്രതാപന് സ്ഥാനാർത്ഥിത്വം ഒടുവിൽ കളഞ്ഞല്ലോ, കെ മുരളീധരനെ കൊണ്ടുവന്നു. ഇതിൽ അവരുടെ സമുദായത്തിന് കുറച്ചൊക്കെ എതിർപ്പുണ്ട്. പരസ്യമായിട്ട് എതിർക്കുന്നില്ല, അതിൻ്റെ പ്രതിഫലനവും തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും. അതും സുരേഷ് ഗോപിക്ക് അനുകൂലമാണ്. ഇന്നലെ മനോരമ സർവേയിൽ സുരേഷ് ഗോപി 3ാമതാകുമെന്നാണ് പറഞ്ഞത്. എനിക്ക് അതിനോട് വിയോജിപ്പാണ്. ഇപ്പോൾ തോറ്റെന്ന് വരാം. ഈ ക്രിസ്ത്യൻ വോട്ട് ഞാൻ പ്രതീക്ഷിച്ച പോലെ കിട്ടിയില്ലെങ്കിൽ തോറ്റുപോകും. പക്ഷേ അതായത് 3ാം സ്ഥാനത്ത് പോകത്തില്ല. ഈ കോൺഗ്രസ് ജയിക്കണമെങ്കിൽ LDFൻ്റെ വോട്ട് അവരുടെ ഒരു 25% വോട്ടെങ്കിലും കെ മുരളീധരന് കിട്ടിയെങ്കിലേ കെ മുരളീധരൻ വിജയിക്കുകയുള്ളൂ. അങ്ങനെ വോട്ട് കിട്ടുമ്പോൾ LDFൻ്റെ വോട്ട് സ്വാഭാവികമായിട്ട് കുറയുമല്ലോ. ആ കുറയുമ്പം എന്തായാലും സുരേഷ് ഗോപി 3ാമതേക്ക് പോകത്തില്ല. തോറ്റാലും 2ാമതേ വരത്തുള്ളൂ. എൻ്റെ അഭിപ്രായം ജയിക്കുമെന്ന് തന്നെയാണ്. അഥവാ നമ്മളാരും ദൈവമൊന്നുമല്ല, ഈ വരാനിരിക്കുന്ന സംഭവം പ്രഡിക്റ്റ് ചെയ്താൽ ചിലപ്പോൾ തെറ്റുമെന്നും. പക്ഷേ 3ാം സ്ഥാനത്ത് വരികയില്ലെന്ന് ഞാൻ തറപ്പിച്ച് പറയും. മനോരമ സർവേ പറയുന്നത് പോലെ അങ്ങനെ വരികയില്ല ഒരിക്കലും. പിന്നെ പറഞ്ഞത് തിരുവനന്തപുരം മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ആറ്റിങ്ങൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് വിജയിക്കും. അത് ഭൂരിപക്ഷം 20,000 ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ തവണ വിജയിച്ച ആളാണ്. പുള്ളിക്ക് അവിടെ നല്ല ബന്ധുബലമൊക്കെ ഉണ്ട് ഈ മണ്ഡലത്തിൽ, അനുകൂലമാണ്. മറ്റേ സ്ഥാനാർത്ഥി കൊള്ളുകയെന്നല്ല ഞാൻ പറയുന്നത്. ഇയാൾക്ക് ബന്ധുബലവും സമുദായത്തിൻ്റെ പിന്തുണയൊക്കെ ഉണ്ട്. മറ്റേക്ക് പിന്തുണയുണ്ട്, എന്നാലും കൂടുതൽ പിന്തുണ ഈ അടൂർ പ്രകാശിനാണ്. പിന്നെ കേന്ദ്രമന്ത്രി V മുരളീധരന് മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 3ാം സ്ഥാനത്തേ കിട്ടത്തുള്ളൂ. ഒരു 2.5 ലക്ഷം വോട്ട് കിട്ടും.
2,50,000 അല്ലെങ്കിൽ 2,60,000 വോട്ട് കിട്ടും. പിന്നെ കൊല്ലത്ത് RSP സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ വിജയിക്കും. അദ്ദേഹത്തിന് 1,50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകും. അവിടെ ഭൂരിപക്ഷം കുറയില്ല. ബാക്കി ആറ്റിങ്ങൽ ഭൂരിപക്ഷം കുറയും, തിരുവനന്തപുരത്ത് കുറയും. ബാക്കി മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം കുറയും. കൊല്ലത്ത് കുറയത്തില്ല, അതുപോലെ തന്നെ നിൽക്കും. പുള്ളിക്ക് പ്രേമചന്ദ്രൻ എല്ലാ സമുദായങ്ങൾക്കിടയിൽ വലിയ പിന്തുണയാണ്, മുസ്ലിങ്ങൾക്കിടയിലും. അവിടെ കടക്കലിന് സ്ഥലമുണ്ട്. കടക്കൽ പഞ്ചായത്ത് ഒരു സീറ്റ് പോലും UDFന് കിട്ടുന്നതല്ല, മുഴുവൻ LDF തൂത്തുമായിരുന്നു. അവിടെ പോലും വോട്ടെണ്ണുമ്പം പ്രേമചന്ദ്രനോട് കഴിഞ്ഞ തവണയൊക്കെ അത്രയ്ക്ക് പിന്തുണയുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. പുള്ളി ഈ പ്രേമചന്ദ്രന് മോദിയുടെ സൽക്കാരം സ്വീകരിച്ചു എന്നും പറഞ്ഞൊരു ആരോപണമുണ്ട്. അത് സ്വീകരിച്ചെന്നുള്ളത് ശരിയാണ്. പുള്ളി BJP പോകാൻ പോവുകയാണ് സംഖ്യയായിട്ട് ചിത്രീകരിച്ചു. അതൊന്നും ഏറ്റിട്ടില്ല, മുസ്ലിങ്ങൾക്കിടയിലൊന്നും അത് ചിലവായിട്ടില്ല. നല്ല ലീഡും ജയിക്കും. പിന്നെ ഉള്ളത് മാവേലിക്കര ഉണ്ട്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പം 4ാമത് തവണയാണ് മത്സരിക്കുന്നത്. അതിനു മുമ്പ് അടൂരിന്ന് 4 തവണ ജയിച്ചിട്ടുണ്ട്. ഇവിടെ 3 തവണയും ജയിച്ചു. അടൂർ 2 തവണ പരാജയപ്പെട്ടു. അപ്പോൾ പുള്ളിക്ക് എതിരെ കോൺഗ്രസ്സുകാർ കുറേ പേർക്ക് ഇഷ്ടമില്ലാത്തവരുണ്ട്. എന്നാലും ഈ ഇടത് വിരുദ്ധ തരംഗം കൊണ്ട് ഈ സർക്കാർ വിരുദ്ധ തരംഗം കൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് തന്നെ ജയിക്കും. ഒരു 20,000-25,000 വോട്ടിനൊക്കെ ജയിക്കും. പുള്ളിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല, ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ്. അതെല്ലായിടത്തും, ഇവിടെ മാത്രമല്ല. പിന്നെ ഉള്ളത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിലും ഈ ആൻ്റോ ആൻ്റണി, കോൺഗ്രസ് സ്ഥാനാർത്ഥി ആൻ്റോ ആൻ്റണി 4ാമതാണ് മത്സരിക്കുന്നത്. ഒത്തിരി എതിർപ്പുണ്ട് പുള്ളിയോടെ കോൺഗ്രസ്സുകാർക്ക് തന്നെ. പക്ഷേ എന്തുവരികിലും ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഒന്നടങ്കം കിട്ടുന്നത് കൊണ്ട് ആൻ്റോ ആൻ്റണി ജയിക്കും. അവിടെ 2ാം സ്ഥാനത്ത് തോമസ് ഐസക് വരും. 3ാം സ്ഥാനത്തായിരിക്കും അനിൽ ആൻ്റണി. അനിൽ ആൻ്റണിക്ക് ഒരു ക്രിസ്ത്യാനി ആണെങ്കിലും ക്രിസ്ത്യൻ സഭയുടെ പിന്തുണയൊന്നുള്ള ആളല്ല. ആൻ്റണിക്ക് അങ്ങനെ ഒരു ഇമേജ് ഇല്ലല്ലോ. പിന്നെ അത് തന്നെയല്ല, അനിൽ ആൻ്റണിക്കെതിരെ ആരോപണം വന്നു. അതിനെയൊക്കെ എതിർത്തത് അല്പം മര്യാദയില്ലാത്ത ഭാഷയിലൊക്കെയാണ്. അത് ഈ ആരോപണം നിഷേധിക്കുന്നതിലും പറച്ചിലിനൊക്കെ ഒരു നല്ല രീതി വേണമല്ലോ, അങ്ങനെ അല്ല. പിന്നെ അനിൽ ആൻ്റണി അദ്ദേഹത്തിൻ്റെ പിതാവായ AK ആൻ്റണിയെ കാലഹരണപ്പെട്ട നേതാവെന്ന് വിളിച്ചു. അതൊന്നും സാധാരണ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അച്ഛനെ അങ്ങനെയൊക്കെ വിളിക്കുന്നെന്ന് പറയുന്നത്. പിന്നെ ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടിയെപ്പോലെയാണ് കോൺഗ്രസ് നേതാക്കളെന്ന് പറഞ്ഞു. അത് ആൻ്റണിയെ കൂടെ ഉൾപ്പെടുന്നതല്ലേ. അതൊന്നും സാധാരണ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതല്ല. അപ്പോൾ കിട്ടാനുള്ള വോട്ടും കൂടെ കുറഞ്ഞു പോവും അനിൽ ആൻ്റണിക്ക്. അപ്പോൾ ഈ മനോരമ സർവേയിൽ അനിൽ ആൻ്റണിക്ക് 31% വോട്ടാണ് പറയുന്നത്. അതിന് പകുതിയേ കിട്ടത്തുള്ളൂ, 15% കിട്ടത്തുള്ളൂ. ഈ കണ്ണൂരിൻ്റെ അവസ്ഥ എന്തായിരിക്കും? കണ്ണൂരിൽ കെ സുധാകരൻ ജയിക്കും. അത് വലിയ ഭൂരിപക്ഷം ഉണ്ടാകില്ല, ഒരു 30,000 ഒക്കെ കിട്ടും. അവിടെ എനിക്ക് സംശയം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരിട്ട് പോയി. കണ്ണൂരും തളിപ്പറമ്പും ധർമ്മടത്തും ഒക്കെ പോയി. ഇവിടെ വടകര സംശയം ഉണ്ടായിരുന്നു. വടകര പോയി. വടകര മണ്ഡലത്തിൽപ്പെട്ടതാണ് ഈ കൂത്തുപറമ്പ്, തലശ്ശേരിയൊക്കെ. അവിടെ നേരിട്ട് പോയി. അപ്പോൾ അങ്ങനെ അവിടുത്തെ തന്നെ മനസ്സിലാക്കി. ആലപ്പുഴ KC വേണുഗോപാൽ ജയിക്കും. പക്ഷേ മനോരമ സർവേയിൽ പറയുന്നത് പോലെ വലിയ ലീഡ് കിട്ടുകയില്ല. അവർ എനിക്ക് തോന്നുന്നു 75,000 വോട്ടൊക്കെ, അത്രയും കിട്ടത്തില്ല. ഒരു 30,000 ഒക്കെ കിട്ടത്തുള്ളൂ. അവിടെ ഈ ശോഭാ സുരേന്ദ്രനെ നല്ല വോട്ട് കിട്ടും. അത് LDFനെയും ബാധിക്കും, കോൺഗ്രസിനെയും ബാധിക്കും. പക്ഷേ എന്ന് വരികിലും ഈ ന്യൂനപക്ഷ പിന്തുണ ഉണ്ട് എല്ലായിടത്തും കോൺഗ്രസ്സിന്. അത് KC വേണുഗോപാലിന് ഗുണം ചെയ്യും. അങ്ങനെ ആണ് KC വേണുഗോപാൽ ജയിക്കുന്നത്. അല്ലെങ്കിലും KC വേണുഗോപാൽ 2 തവണ അവിടെ MP ആയി, 2 തവണ MLA ആയി. അല്ല, ജനകീയനാണ്. പിന്നെ
ഇത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പുള്ളിയെ മന്ത്രിയായിരിക്കും. മന്ത്രി അധികാരത്തിൽ വരിക എന്നുള്ള വേറൊരു കാര്യം, വന്നാലത്തെ കാര്യം ഞാൻ പറയുന്നത്. നല്ല ഒരു സ്ഥാനം കിട്ടും. കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രിയാകാൻ വരെ സാധ്യതയുണ്ട്. 26 അവർ ജയിക്കും കോൺഗ്രസ്സേ കേരളത്തിൽ. എൻ്റെ സെൻട്രലിലെ കാര്യം എൻ്റെ പറയുന്നത്. ഇപ്പോൾ 101 മണ്ഡലങ്ങളിൽ അസംബ്ലി മണ്ഡലം അനുസരിച്ച് UDF ഭൂരിപക്ഷമാണ് 101. 32 മണ്ഡലത്തിൽ LDF, 7 മണ്ഡലത്തിൽ BJPക്ക്.